ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ 2 ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us high. ഇത് ഡേ ഫസ്റ്റാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബാഗിലാക്കുകയാണ്. കാരണം 2 ദിവസം മുന്നേ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയപ്പം വേറെ ബാഗായിരുന്നു കൊണ്ടുപോയത്. അപ്പം അന്നും എനിക്ക് അവിടുന്ന് ഇനി പാക്ക് ചെയ്യാനുള്ളത്. അപ്പം കത്രികയും ടാപ്പൊക്കെ ഞാൻ ബാഗിലിട്ടീനു, അത് പിന്നെ എടുത്ത് വെച്ചിട്ടില്ല. സോ അതൊക്കെ തിരിച്ച് ഈ ഒരു ബാഗിൽ തന്നെ വെക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇന്നും എനിക്കൊരു ഹാമ്പർ അവിടുന്ന് സെറ്റ് ചെയ്തിട്ട് വേണം പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പാക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും കൂടി എടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോക്ക് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഒരു 4 ദിവസം മുന്നേ തന്നെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു ഇൻഷോട്ടിൽ തന്നെ. പക്ഷേ ഞാൻ വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് അതൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്തപ്പം മാറിയിട്ട് ഈ ഒരു വീഡിയോ ആണ് കേട്ടോ ഡിലീറ്റ് ആയത്, ഇൻഷോട്ടിലുള്ള ആ ഒരു ഫയൽ. അപ്പം ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് ബോധം വന്നത് ഇതാണല്ലോ ഡിലീറ്റ് ചെയ്തത് എന്നുള്ളത്. ഇതിനാണെങ്കിൽ ഞാൻ വോയിസ് ഫുൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു. അല്ല, വീഡിയോ മാത്രമാണെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് പിന്നെയും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഒരു ദിവസം വീഡിയോ ഇടാൻ പറ്റാഞ്ഞ്. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വാൾ പോസ്റ്റർ ചെയ്യണ വീഡിയോ ഇട്ടല്ലോ, അപ്പം അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ വീഡിയോയും അല്ലേ, അതുകൊണ്ട് തന്നെ വേഗം അത് എഡിറ്റ് ചെയ്തിടുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ടൗണിലെത്തിയതിന് ശേഷം ഫസ്റ്റ് തന്നെ ക്രാഫ്റ്റ് ഷോപ്പിലേക്കാണ് പോയിട്ടുള്ളത്. എനിക്ക് ഫ്രെയിംസും ഒക്കെ വാങ്ങാനുണ്ട്, പിന്നെ ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ട്. ഒരു മിനി ഫ്രെയിമാണ് കേട്ടോ വേണ്ടത്, 4x4 ഇഞ്ചസിൻ്റെ. എനിക്ക് വേണ്ടത് ഒരു വുഡൻ ഷെയ്ഡാണ്, അതെനിക്കറിയാം. പക്ഷെ എന്നാലും അവിടെ ഉള്ളത് ഏതൊക്കെയാണെന്നൊക്കെ വെറുതെ നോക്കൂ കേട്ടോ, ഏതെങ്കിലും പുതിയ കളക്ഷൻസ് വന്നിക്കണോ എന്നുള്ളതൊക്കെ. അങ്ങനെ എല്ലാം ഒന്ന് എടുത്ത് നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടത് എടുക്കും. പിന്നെ ഞാൻ ഹാമ്പർ സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് ഞാൻ മുന്നേ തന്നെ ഈ ഹാമ്പറിനുള്ള ഐറ്റംസും എല്ലാം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയതേനു, വീട്ടിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇതിൽ തന്നെ ഒരു വാലറ്റും ആഡ് ചെയ്യാനുണ്ട്. അപ്പം വീട്ടിലെത്തി ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം ഈ വാലറ്റിൽ എഴുതിയിട്ടുള്ള പ്രൈസ് എത്ര ആയിട്ടും പോണില്ല. അത് CD മാർക്കറോ അങ്ങനെ എന്തോ യൂസ് ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ ഞാൻ കുറേ കളയാൻ വേണ്ടി നോക്കി, പിന്നെ സ്പ്രേ ചെയ്തിട്ടും അങ്ങനെയൊക്കെ നോക്കി, പക്ഷെ അത് പോണേയില്ല. പിന്നെ കാണുന്ന സ്ഥലത്തുമാണ് അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. അപ്പം അങ്ങനെ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റില്ലല്ലോ, കാര്യം അത് വേറൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വാങ്ങണത്. അപ്പം എന്തായാലും പ്രൈസ് ഉള്ളത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നേരെ ഷോപ്പിൽ പോയിട്ട് വേറെ വാലറ്റ് എടുത്ത് അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യാന്നുള്ളത്. ഇന്ന് തന്നെ അയക്കൽ നിർബന്ധമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പുറത്തുനിന്ന് ഒരു ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യണത്. പിന്നെ ഞാൻ ടേപ്പ് തീരുമ്പോഴോ അല്ലെങ്കിൽ അഡ്രസ്സ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് തീരുമ്പോഴൊക്കെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പാക്ക് ചെയ്യലുണ്ട് കേട്ടോ, DTDCന്നോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ പാക്ക് ചെയ്യലുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യണതും അല്ലെങ്കിൽ ഫ്രെയിം സെറ്റ് ചെയ്യലൊക്കെ കുറവാണ്, അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യും. പിന്നെ ഇതൊക്കെ മുന്നേ വീട്ടിൽ നിന്ന് തന്നെ വെച്ച് നോക്കിയോണ്ട് തന്നെ എങ്ങനെയാണ് ലേഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ വേഗം ചെയ്തു. ഇതിലിപ്പം വാലറ്റും പെർഫ്യൂമും ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് ഫ്ലേവേഴ്സുമാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യണ പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ട്രൈപോഡൊന്നും ഇല്ലാത്തതിനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഓരോ ക്ലിപ്സ് കാണിക്കണേന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക്. ഇനിയിപ്പം ഇതൊന്ന് പാക്ക് ചെയ്യണം. പാക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഈ തെർമാക്കോളും ഷീറ്റൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, കാര്യം അതൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം അത് പോയിട്ട് കൊറിയർ ചെയ്തു. അന്ന് പിന്നെ വേറെ ചെയ്യാനും വാങ്ങാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ അന്ന് വീട്ടിലെത്തിയിട്ട് ഞാൻ ബാക്കി വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ കാണിക്കുന്നത് വേറൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്, ഒരു ആഫ്റ്റർനൂൺ വ്ളോഗാണ്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഡെസ്കിലുള്ള ഈ ഒരു ഓർഗനൈസർ ഉണ്ടല്ലോ, ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ അങ്ങനെ ക്ലീനാക്കാൻ മാത്രമൊന്നുമില്ല കേട്ടോ, കാരണം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിലിട്ട് വെച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങനെ ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാര്യം ഇവിടെ പെട്ടെന്ന് തന്നെ പൊടിയാവും കേട്ടോ. പിന്നെ ഇത് വാങ്ങിയതിൻ്റെ ശേഷം ഞാൻ ഇതുവരെ ക്ലീൻ ആക്കിയിട്ടുമില്ല, ഫസ്റ്റ് ടൈമാണ് ക്ലീൻ ആക്കാൻ പോണത്. ഈ ഒരു ഓർഗനൈസർ ഞാൻ ഓഫ്ലൈൻ ആയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ലിങ്കും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്. എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയോ.
ഇവിടെ അടുത്ത് നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ കിട്ടുന്ന കട ഉണ്ടല്ലോ, അങ്ങനെ ഒരു ക്രോക്കറി ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ഡ്രോയറിൽ ഇന്ത്യയിലുള്ള മെമ്മറി കാർഡ്സും പിന്നെ കാർഡ് റീഡർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തെടുത്തിട്ട് അവിടെ ശരിക്കും ക്ലീൻ ചെയ്തതിന് ശേഷം ഐലൻഡ് ഇട്ടപ്പോൾ തന്നെ ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ കുറേ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ലാസ്റ്റ് കാണാണ്ടാവില്ല. അതുകൊണ്ട് അത് ഞാൻ വേഗം ഐലൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി 3 ഡ്രോയറിലുള്ളതൊക്കെ പുറത്തെടുത്തിട്ട് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കുറേ സ്റ്റേഷനറി ഐറ്റംസും വാഷി ടേപ്സും അങ്ങനത്തെ ഇട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഞാൻ അതിനൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കിങ്ങനെ എൻ്റെ അഡ്രസ്സ് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കസ്റ്റമൈസിൻ്റെ പോളറോയിഡ്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പാക്ക് ചെയ്യണതിൻ്റെ മുന്നേ ഞാൻ ഇതിലിട്ട് വെക്കലുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ യൂസ് ചെയ്യലുള്ളത്. അങ്ങനെ ഞാൻ ഫുള്ളായിട്ടും ആ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് പൊടിയും ഒക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമാക്കിയിട്ടൊന്നും തുടക്കണില്ല, കാരണം അതിന് മാത്രമൊന്നുമില്ല, ആ ചെറിയ പൊടിയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഓരോന്നായിട്ട് തിരിച്ച് അതിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സെക്കൻഡ് ഡ്രോയറിൽ ആ ഒരു ടേപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്രാപ്പ് ബുക്ക്, റിങ്, ബാൻഡേജ് അതൊക്കെ അതിൽ ഓൾറെഡി ഉള്ളത് തന്നെയായിരുന്നു, അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഡെസ്കിലുള്ളത് കുറച്ച് പ്രിൻ്റ് ചെയ്തിട്ടുള്ള കാർഡ്സൊക്കെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മുന്നേ കസ്റ്റമേഴ്സിൻ്റെ പേരെഴുതിയിട്ടുള്ളതും ഡിസ്പാച്ച് ചെയ്തിട്ടുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പേപ്പർ പീസസൊക്കെ ഉണ്ട്. സോ അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ കാർഡ്സിൽ ഈ മിനി പോളറോയിഡ്സിൻ്റെ സൈസിലുള്ളത് ഉണ്ടല്ലോ, ഇതിൽ തന്നെ കുറച്ച് ഞാനിങ്ങനെ ഹാപ്പി മൊമെൻറ്റ്സ്, ഹാപ്പി ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഈ പോളറോയിഡ്സിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോക്സിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഈ സെയിം മിനി പോളറോയിഡ്സിൻ്റെ സൈസിൽ തന്നെ ഞാൻ കസ്റ്റമറിൻ്റെ ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടും ബാക്കി സ്പേസ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ തന്നെ വെറുതെ എന്തെങ്കിലുമൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് നോക്കിയിട്ട് ഇതേപോലെ എന്തെങ്കിലും കോട്ട്സോ അല്ലെങ്കിൽ നല്ല കോഫീൻ്റെ എന്തെങ്കിലും ഇമേജസോ അങ്ങനെയൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സെയിം ഇമേജാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം ജേണലിൻ്റെ കവർ പേജായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ആ ജേണലിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ, ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ബാക്കിയുള്ളതിന് ഞാൻ ആ ഹാപ്പി മൊമെൻറ്റ്സ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളത് ആ ഒരു 3rd ഡ്രോയറിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതന്നെ കുറച്ച് വലിയ സൈസിലും പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മീഡിയം സൈസ് പോളറോയിഡ്സ് കൊടുക്കുമ്പം അതിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും അതിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഞാൻ വെറുതെ സ്പേസ് ഉണ്ടാകുമ്പം അങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും ഇതേപോലെ കോഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കത് ഓപ്പൺ ചെയ്യാത്തൊരു സമാധാനമല്ല. ഞാനൊരു ബോട്ടിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ്, പക്ഷേ കളറ് നമുക്ക് വേണ്ട കളറ് ചൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരേത് കളറാണോ തരുന്നത് അത് എടുക്കണം. എനിക്ക് ഏതെങ്കിലും രസമില്ലാത്ത കളർ കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം ഞാൻ ആ ചെയ്ത കാര്യമൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് അൺബോക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യണത്. ഈ ഒരു പേർപ്പിൾ അല്ലെങ്കിൽ ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. കളറ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു പിങ്ക് ഉണ്ടായിരുന്നു, അത് വേണമെന്നായിരുന്നു എനിക്ക്. പക്ഷേ ഇതും കുഴപ്പമില്ല, കാണാൻ നല്ല രസമായിട്ടുണ്ട്. അതിൽ തന്നെ ബ്ലാക്കും പിന്നെ ബ്ലൂവും അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം ബ്ലൂവും ബ്ലാക്കൊന്നും എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ലായിരുന്നു. അപ്പോൾ അതെങ്ങാനും ഇനി കിട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാലും ഏത് കളറാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ.
ഇത് 2 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു ബോട്ടിലാണ്. ഇതിന്മേൽ തന്നെ ലിറ്ററിൻ്റെ അളവും ഇങ്ങനെ കുറച്ച് മോട്ടിവേഷണൽ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ നോർമൽ സ്റ്റിക്കറും പിന്നെ കുറച്ച് 3D സ്റ്റിക്കേഴ്സും കിട്ടുന്നുണ്ട്, നമുക്ക് ബോട്ടിലിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റിക്കേഴ്സ് കൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പോയിട്ട് ആദ്യം ബോട്ടിലൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടിലിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ പുതിയത് വാങ്ങിയിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ല ബോട്ടിൽ തന്നെയാണ്. പിന്നെ ഇതിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ മുകളിലുള്ള അടപ്പ് വരുന്ന ഭാഗം നല്ല വലുപ്പമുണ്ടല്ലോ, അപ്പോൾ നമുക്കിങ്ങനെ കൈ ഇട്ടിട്ട് തന്നെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സൈഡും ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടിൽ അങ്ങനെയല്ലല്ലോ, അതിൻ്റെ വായ്ഭാഗം കുറച്ച് ചെറുതല്ലേ, അപ്പം കൈ ഇട്ടിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്ന ബ്രഷും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എന്നാലും എനിക്ക് അത് വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകാണ് കേട്ടോ ചെയ്യലുള്ളത്. ഡെയിലി യൂസ് ചെയ്യണതല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ലിറ്ററിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഉള്ളത് എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അങ്ങനെ ബോട്ടിൽ നല്ലോണം കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിന് സ്റ്റിക്കേഴ്സ് ഓരോന്നായിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിലൊരു മിനി ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അത് ഞാൻ ഈ ഒരു ലിഡ് പ്രസ് ചെയ്യണം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഓരോന്ന് എടുത്തിട്ട് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റാൻഡംലി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. She puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, every shot from the top. We're gonna be two hearts running wild. ഒട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു 1-2 ഒക്കെ ഒട്ടിച്ചാൽ മതി എന്നുള്ളത്. പക്ഷെ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ, ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. അപ്പം ആ ഒരു ആവേശത്തിൽ ഞാൻ കുറച്ചധികം തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ കുറച്ച് ഓവറായോ എന്ന് തോന്നി. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സ്റ്റിക്കേഴ്സ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ ബോട്ടിൽ ഞാൻ ഇന്നൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വൈകുന്നേരമായപ്പം ഞാൻ ചായ കുടിക്കുകയാണ്. ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രൗണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങി നോക്കുന്നത്. എനിക്ക് പൊതുവേ ഈ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഐറ്റംസും അതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇത് വെറുതെ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി വാങ്ങിയതാണ്. എനിക്ക് ഉറപ്പേനും എനിക്ക് വലിയ ഇഷ്ടമാവില്ല എന്നുള്ളത്. അതേപോലെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. ഞാൻ ആ ഒരു ബൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, പിന്നെ കഴിച്ചിട്ടില്ല.
ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രൗണീൻ്റെ ആ ഒരു സെയിം ടെക്സ്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതായത് പുറത്തുനിന്ന് വാങ്ങുന്ന ബ്രൗണീൻ്റെ. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റിനോട് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇഷ്ടമാഞ്ഞേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് ക്ലോത്ത്സ് ഉണങ്ങിയതൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വോയിസ് റെക്കോർഡ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്നൊന്നും കിട്ടണില്ല കേട്ടോ. കാര്യം വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി, പിന്നെ അതിൻ്റെ വോയിസ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടും കുറച്ച് ദിവസമായി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ രണ്ടാമതും ചെയ്യാൻ നിൽക്കണേ. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ കിട്ടണില്ല. പിന്നെ ഫസ്റ്റ് വോയിസ് എടുത്ത സമയത്ത് ഈ ക്ലോത്ത്സ് ഫോൾഡ് ചെയ്യണ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതുകൊണ്ടൊക്കെ അത് ഡിലീറ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു പ്രാവശ്യം നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത്രയും സമയമെടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെയല്ലേ ചെയ്യാം. ഇനി ആ ഒരു സെയിം വീഡിയോക്ക് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം വോയിസ് റെക്കോർഡ് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ഇടങ്ങേറാണ്. കാരണം ഇതന്നെ ഒന്നും പറയാൻ കിട്ടൂല, ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ എന്താ പറഞ്ഞതെന്നൊന്നും ഒരു ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.